അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. ഗൈബ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇസ്ലാമിക വിശ്വാസത്തിൽ അതിപ്രധാനമായ ഒരു ഘടകമാണ് ഗൈബ് എന്ന വിഷയം. ഇത് സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ വിവരം ഓരോ വ്യക്തിയും നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം അതിൽ അല്പജ്ഞാനം അല്ലെങ്കിൽ അതിലുള്ള അപാകത പലതരത്തിലുമുള്ള അപകടങ്ങളുണ്ടാക്കും. ചിലപ്പോൾ അജ്ഞത അന്ധവിശ്വാസത്തിലേക്കും ഒരു വേള ശിർക്ക് പരമായ വിശ്വാസത്തിലേക്കും എത്തിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു വിഷയമാണിത്. പൗരോഹിത്യം അട്ടിമറിക്കുന്ന, ആദർശപരമായ അട്ടിമറി നടത്തുന്ന ഒരു വിഷയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഗൈബ് സംബന്ധിച്ചുള്ള അറിവ് കൈവരിക്കൽ വിശ്വാസികളുടെ ബാധ്യതയാണ്. ഗൈബ് എന്ന് അറബിയിൽ പറയുന്നതിന് അദൃശ്യം അല്ലെങ്കിൽ മറഞ്ഞ കാര്യം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാറുള്ളത്. അഭൗതിക ജ്ഞാനം എന്നും അതീന്ദ്രിയമായ കാര്യങ്ങൾ എന്നൊക്കെ ഗൈബിന് അർത്ഥം പറയാം. ബുദ്ധി കൊണ്ടോ മനുഷ്യൻ അല്ലാഹു തആല നൽകിയ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അറിയാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും പ്രാപഞ്ചികമായ വ്യവസ്ഥകൾക്ക് അതീതവുമായ കാര്യമാണ് ഗൈബ്. അതുകൊണ്ട് തന്നെ വിഷയം തികച്ചും അഭൗതികമാണ്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ പടപ്പുകളുടെ അറിവും കഴിവും അവസാനിക്കുന്നിടത്താണ് ഗൈബ് ആരംഭിക്കുന്നത്. പടച്ചവന് മാത്രം അറിയുന്നതും പടപ്പുകൾക്ക് അറിയാൻ കഴിയാത്തതുമായ കാര്യങ്ങൾക്ക് തനി ഗൈബ്, മുത്ലഖായ ഗൈബ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഗൈബിനെ രണ്ട് ഘടകങ്ങളായി, രണ്ട് മേഖലകളായി തിരിക്കുന്നു. പടച്ച റബ്ബിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ, അതിനാണ് മുത്ലഖ്, നിരുപാധികമായ തനി ഗൈബ് എന്ന് പറയുന്നത്. അതേസമയം ചിലർക്കറിയും, സംഗതി വശാൽ മറ്റു ചിലർക്ക് അറിയാതെ പോകും. അതിന് കാലത്തിൻ്റെയും അതുപോലെ തന്നെ അറിവിൻ്റെയും വ്യത്യസ്തമായ ഘടകങ്ങൾ ബാധിച്ചേക്കാം.
അത്തരം ഗൈബിന് അത് സാക്ഷാൽ ഗൈബല്ല, ആപേക്ഷികം എന്നാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാറുള്ളത്. വളരെ കണിശമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൃശ്യ കാര്യങ്ങളെക്കാളേറെ അദൃശ്യ കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ദൃശ്യം, ഷഹാദത്ത്, ആലിമുൽ ഗൈബി വശഹാദ, ഇത് അള്ളാഹുവിനുള്ള വിശേഷണമാണ്. ദൃശ്യവും അദൃശ്യവുമായി ഉള്ള കാര്യങ്ങൾ അറിയുന്നവൻ അത് അള്ളാഹുവാണ്. ഈ പറയുന്ന വിശേഷണങ്ങൾക്ക് അർഹിക്കുന്നവൻ അള്ളാഹുവാണ്. ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും മറഞ്ഞതും തെളിഞ്ഞതുമായ സകലമാന കാര്യങ്ങളും അറിയുന്നവൻ അത് അള്ളാഹുവാണ്. പടപ്പുകൾ നേടിയെടുക്കുന്ന അറിവിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപമ, സമുദ്രത്തിൽ ഒരു പക്ഷി അതിൻ്റെ ചുണ്ട് ഒന്ന് കൊത്തിയെടുക്കുകയാണെങ്കിൽ, ചുണ്ടുകൊണ്ട് വെള്ളത്തിലൊന്ന് കുത്തുകയാണെങ്കിൽ അതിൻ്റെ ചുണ്ടിൽ പതിയുന്ന ജലാംശം അതുപോലെയാണ് പടപ്പുകൾ ആകമാനം ശേഖരിക്കുന്ന അറിവ്. ബാക്കി അങ്ങേയറ്റം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സങ്കല്പങ്ങൾക്ക് അതീതമായ അറിവ് അത് അള്ളാഹുവിൻ്റെ ശേഖരത്തിലാണ്. അത് സ്വാധീനമാക്കാനോ പിടിച്ചു വാങ്ങാനോ മറ്റേതെങ്കിലും രീതിയിൽ വശീകരിക്കുവാനോ സാധ്യമല്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് മുമ്പായി ഗൈബിൻ്റെ മറ്റൊരു തലത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഭജനം നിരുപാധികമായ ഗൈബ് എന്നും ആപേക്ഷികമായ ഗൈബ്, അദൃശ്യകാര്യങ്ങളെന്നും ഇങ്ങനെ വിഭജിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു ഘടകവും ഈ വിഷയത്തിൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. പടച്ചവനും പടപ്പുകളും അള്ളാഹുവും അവൻ്റെ അടിയാറുകളും തമ്മിലുള്ള ബന്ധം ഗൈബിയായ നിലക്കാണ്. നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, കാണും ഇൻഷാ അല്ലാഹ് വിശ്വാസികൾ പരലോകത്ത്. അതിനു മുമ്പ് നാം അള്ളാഹുവിനെ അനുസരിക്കേണ്ടത്, നാം അള്ളാഹുവിന് വഴിപ്പെടേണ്ടത്, നാം അള്ളാഹുവിന് ആരാധനകൾ നിർവഹിക്കേണ്ടത്, നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എല്ലാം ഗൈബിയായ നിലക്കാണ്. ഖുർആൻ ആ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. ഗൈബിയായ നിലക്ക്, ഇനി മലയാളത്തിൽ അർത്ഥം പറയില്ല. ഗൈബ്, ആ അർത്ഥവും അതിൻ്റെ നിർവചനവും നമ്മൾ വിശദീകരിച്ചുവല്ലോ. ഇനി അർത്ഥം പറയുന്ന അവസ്ഥ മാറി ഗൈബ് എന്ന് തന്നെയായിരിക്കും പറയുക. ഗൈബിയായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനമുണ്ട്, വ അജ്റുൻ കബീർ, വമ്പിച്ച പ്രതിഫലവും. ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഗൈബിയായ നിലക്കാണ് നാം അള്ളാഹുവിന് വഴിപ്പെടുന്നത്, അനുസരിക്കുന്നത്, ആരാധിക്കേണ്ടത്, അവരിൽ വിശ്വസിക്കുന്നത്, അവൻ്റെ കൽപ്പനകൾക്ക് എല്ലാം വഴങ്ങി, വിധിവിലക്കുകൾക്കെല്ലാം വഴങ്ങി ജീവിക്കുന്നത് ഈ ഗൈബിയായ നിലക്കാണ്. പോലീസിനെ, ഭരണാധികാരികളെയൊക്കെ ഭയപ്പെടുന്നത് ആ രീതിയിലല്ല. ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, അള്ളാഹുവിന് വഴിപ്പെടുന്നത്, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നത് ഗൈബിയായ നിലക്കാണ്. ആ ഒരു കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ ഈ വിശ്വാസത്തിന് വലിയ പങ്കാണുള്ളത്. ഗൈബിയായ നിലക്കൊരു ഉദാഹരണം ഖുർആനിൽ നിന്നും അത് സംബന്ധിച്ച് മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാം. നമുക്കറിയാം, മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പിന്നീട് പ്രവാചകനാണ്. രാജാവ് അദ്ദേഹത്തെ നിശ്ചിത അധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയും തൻ്റെ ഭരണീയരിൽ മഹാഭൂരിപക്ഷവും തൻ്റെ ആദർശത്തിലല്ല എങ്കിലും ആ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്ത് ജനോപകാരപ്രദമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നടപ്പിലാക്കുകയും ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുകയും ചെയ്തു. ആര്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അതിനു മുമ്പ് സഹോദരങ്ങളുടെ അസൂയയ്ക്ക് വിധേയമായി, അങ്ങനെ കാട്ടിൽ അവരുടെ ഗൂഢാലോചനയ്ക്ക് വിധേയനായി
ഒരു കിണറ്റിലെറിയപ്പെട്ടു. കിണറ്റിൽ നിന്നും അദ്ദേഹത്തെ ചില കച്ചവട സംഘം പെരുക്കി കൊണ്ടുപോയി ഈജിപ്തിലെ കമ്പോളത്തിൽ, അടിമക്കമ്പോളത്തിൽ വിറ്റഴിച്ചു. മുത്തും മുത്താറിയും വേർതിരിച്ചറിയാത്ത ആ സമൂഹം നിസ്സാര വിലയ്ക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിറ്റു. തന്നെ വാങ്ങിയ കുടുംബം അവിടുത്തെ ഒരു പ്രഭു കുടുംബമാണ്. അവിടെ വളർന്നു. അസാമാന്യമായ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ പ്രഭുവിൻ്റെ ഭാര്യ ദുർവൃത്തിക്ക് ക്ഷണിക്കുകയും റൂമിലേക്ക് പിടിച്ചു വലിക്കുകയും വാതിൽ കൂട്ടിയടക്കുകയും ചെയ്ത സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഒരൊറ്റ സൂറത്തിലൂടെ ആ ചരിത്രം മാസകലം ഒന്നായി അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. ലോകത്തുള്ള വിശ്വാസികൾക്ക് എന്നും പാഠമുള്ള ഒരു വിഷയമാണത്. അതിൽ ഇബ്റത്തുണ്ട് എന്നാണ്, ഗുണപാഠമുണ്ട് എന്ന്. ആ സമയത്ത് ദുർവൃത്തിക്ക് വേണ്ടി ക്ഷണിച്ച ആ സ്ത്രീ അവരുടെ ദൈവത്തെ തഫ്സീറുകളിൽ കാണാം, അവർ പൂജിക്കുന്ന വിഗ്രഹത്തിൻ്റെ മുകളിൽ ഒരു ശീലയിട്ട് മൂടുകയാണ്. ശീലയിട്ട് മൂടുന്നു, ദൈവം കാണണ്ട എന്ന് വിചാരിച്ചിട്ട്. ഉടനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിക്കുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ഇങ്ങനെ മുണ്ടിട്ട് മൂടാൻ പറ്റില്ല. എൻ്റെ ദൈവത്തിൽ അങ്ങനെ കണ്ണ് കെട്ടിപ്പൂട്ടാൻ കഴിയില്ല. അവനറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറയാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചു. സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത സുലൈഖയ്ക്ക് ആ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ആ സ്ത്രീകളുടെ കൂട്ടായ്മ, അവർ എന്നെ ഏതൊരു ദുർവൃത്തിക്കാണോ ക്ഷണിക്കുന്നത് അതിനേക്കാളേറെ അവർ എന്നെ ഭയപ്പെടുത്തിയ കൽത്തുറുങ്കില്ലേ, അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന്. ഇതൊരു നന്മയിലേക്കുള്ള ധാർമ്മികമായ ഉറച്ച കാൽവെപ്പിന്, പ്രഖ്യാപനത്തിനും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് വൈബിയായ നിലക്കുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയം. അതുപോലെ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള സംഭവമാണ് ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിലെ ആ പാൽക്കാരിയുടെ സംഭവം. എത്ര കേട്ടാലും പുതുമ നശിക്കാത്തത്. അഭൗതികമായ നിലക്ക് റബ്ബിനെ ഭയപ്പെടുന്നു ആ പെൺകുട്ടി. ജാഹിലിയത്തിൻ്റെ പ്രതീകമായ മാതാവും പാലിൽ വെള്ളം പാരാൻ പറഞ്ഞു. നമുക്കറിയാവുന്ന കഥയാണ്. ആ സമയത്ത് പുതിയ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പ്രതീകമായ പെൺകുട്ടി പറയുന്നു, അത് ഉമർ ഖത്താബ് നിരോധിച്ചതാണ്, അതുകൊണ്ട് തന്നെ നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പെൺകുട്ടി ഉമ്മയോട് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഉമർ ഖത്താബ് നിരോധിച്ചു ശരി തന്നെയാണ്, പക്ഷെ അദ്ദേഹം ഇത് കാണില്ല, എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടാവും. ഉടനെ ഈ പെൺകുട്ടി പറഞ്ഞു, ഉമർ ഇത് കാണില്ലായിരിക്കാം, പക്ഷെ പ്രപഞ്ചനാഥൻ ഇത് കാണും, അവനെ കബളിപ്പിക്കാൻ കഴിയില്ല. അതാണ് ക്യാമറ കണ്ണ് പറഞ്ഞില്ലേ. ആ ക്യാമറ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ആൾക്കാരുടെ ഇടയിലും ഓഫീസിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ ക്യാമറ ഉണ്ടേ, ശ്രദ്ധിക്കണേ എന്ന് ഓഫീസിലെ ജീവനക്കാർ പറയാൻ തുടങ്ങി. പല പ്രശ്നങ്ങളിലും ആ ക്യാമറ കണ്ണിനെ ഭയപ്പെടുന്നു ആളുകൾ. ഒരർത്ഥത്തിൽ പൂർണ്ണമായി കീഴൊതുങ്ങും എന്ന വിശ്വാസം ഇവിടെ സങ്കല്പിക്കുകയല്ല, എങ്കിലും റബ്ബ് ഇത് കാണും അറിയും എന്ന് പറയുന്നു. ഇത് ഉമർ ഖത്താബിൻ്റെ ചിന്തയെ, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ സാധിച്ച ഉമർ ഖത്താബിനെ ഏറെ സന്തോഷിപ്പിച്ചു. ആ പെൺകുട്ടിയെ തൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇടയൻ, അലിഫ് ബാത്ത എഴുതാനറിയാത്ത ഒരു ഇടയൻ നമ്മൾ കേൾക്കുന്നതാണ്, കേട്ടതാണ്. ആ ഇടയനെ സമീപിച്ച് ഉമർ ഖത്താബ് ചോദിച്ചല്ലോ, ഒരു ആടിനെ എനിക്ക് തന്നൂടെ, ഇത് എൻ്റേതല്ലേ, യജമാനൻ്റേതാണ്. ഇടയൻ്റെ പ്രതികരണം, അത് ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞേക്ക്. ഇടയൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞാൽ എൻ്റെ യജമാനൻ വിശ്വസിക്കും, സമ്മതിക്കും, ശരിയാ, പക്ഷെ വേറെ ഒന്നുണ്ട്, പടച്ച റബ്ബ് ഇത് കാണുമല്ലോ, പടച്ച റബ്ബ് ഇത് കാണുമല്ലോ. അതാണ് അൽഹംദുലില്ലാ ഒരു ഇടയനിൽ പോലും വൈബിയായ നിലക്ക് റബ്ബിനെക്കുറിച്ചുള്ള ഭയം. സാധാരണ ഉസ്മാൻ ഡോക്ടർ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ, ക്ലിനിക്കിൽ ഒരു ആദിവാസി വന്നു, ആദിവാസി അങ്ങനെ ചികിത്സയൊക്കെ കഴിച്ചു, മരുന്ന് കുറിച്ചു കൊടുത്തു.
വാങ്ങാൻ ചെന്നപ്പോൾ കാശ് തികയില്ല. ഡോക്ടറോട് പറഞ്ഞു കാശ് തികയില്ലല്ലോ, അതിന് പിന്നെ തരാമെന്ന് പറയണം. പിന്നെ തരാം എന്ന് പറഞ്ഞാൽ പിന്നെ തരേണ്ടി വരുമല്ലോ, അത് പിന്നെ കൊടുക്കണ്ട, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ആദിവാസി പറഞ്ഞു എന്നാ മേലൊരുത്തണ്ടാവാൻ ഇത് കാണും. അതാണ് വൈബിയായ നിലക്കുള്ള വിശ്വാസം. അത് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാറ്റം, മാനസികമായിട്ടുള്ള ഒരു മാറ്റം. പടച്ച റബ്ബിനെ ഈ ഒരു വിശ്വാസമാണ് വാസ്തവത്തിൽ ലോകം ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും അത്തരം ഒരു വിശ്വാസത്തിലേക്ക് എത്തുന്നില്ല. പലപ്പോഴും പരലോകത്തെക്കുറിച്ച് ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ ചില വിശദീകരണങ്ങൾ നൽകുന്നു. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവരുടെ കരചരണങ്ങളാണ് കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുവാൻ സംസാരിക്കുന്നതും സാക്ഷ്യം വഹിക്കുന്നതും. ഖുർആൻ പറയുന്നു, സൂറത്ത് യാസീനിലും ഒക്കെ കാണാം, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്ന് വായയ്ക്ക് നാം മുദ്ര വയ്ക്കും, സംസാരിക്കാൻ കഴിയില്ല. എന്നിട്ട് കൈ സംസാരിക്കുന്നു. ഈ സംസാരത്തിന് സാക്ഷിയായി സ്വന്തം കാലുകളും. പുറമക്കാരല്ല, പുറമക്കാരെ പറ്റൂല എന്ന് ഇവൻ നേരത്തെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്. അള്ളാഹു ഇവൻ്റെ വാദം കേട്ട് ചിരിച്ചു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ഹദീസിലും കാണാൻ കഴിയും. അപ്പോൾ കൈ സംസാരിക്കുകയാണ് ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. കാലാണ് അതിന്, സ്വന്തം കാലുകൾ തന്നെയാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൻ്റെ അവൻ്റെ തൊലികൾ സംസാരിക്കുന്ന, അവനെതിരിൽ സാക്ഷ്യം വഹിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കെ ആ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് റബ്ബ് പറയുന്നു, വലാകിൻ ലനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. പക്ഷേ ആളുകളിൽ അധികവും വിശ്വസിക്കുന്നത് അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അധികവും അല്ലാഹു തആല അറിയുന്നില്ല. അവനങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശകലനം, ഒരു വിവരം, അതിൽ കവിഞ്ഞ് സൂക്ഷ്മമായ അറിവ് അവനില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അല്ലാഹു മനുഷ്യരുടെ സങ്കല്പത്തെ വിമർശിച്ചുകൊണ്ട് പറയുന്നു, വലാലിക്കും ലന്നുക്കും, അത് നിങ്ങളുടെ സങ്കല്പം മാത്രമാണ്, നിങ്ങളുടെ ഊഹം മാത്രമാണ്. അല്ലദീ ലനൻതും ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അതിന് ഇല്ല. അർദാക്കും, ആ വിശ്വാസം നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു തആല കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മുഴുവനായി അറിയുന്നില്ല, മൊത്തത്തിൽ അറിയുന്നും സൂക്ഷ്മമായി അറിയുന്നില്ല. അതുകൊണ്ട് കബളിപ്പിക്കൽ നടക്കുമെന്ന് നിങ്ങളുടെ സങ്കല്പം നിങ്ങളെ നശിപ്പിച്ചു. ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു തആല ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ വിശ്വാസ രംഗത്ത് വൈബിയായ നിലക്കുള്ള വിശ്വാസം, അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി വഹും മിനസ് സാഅതി മുശ്ഫിഖൂൻ, തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യാവസ്ഥയിൽ ഭയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, അതുപോലെ തന്നെ അന്ത്യനാളിനെ കുറിച്ച് ഉത്കണ്ഠയുള്ളവരും എന്ന പ്രയോഗം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നു, നിങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യരെ സൃഷ്ടിച്ചത് നാമാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മാ തുവസ്വിസു ബിഹി വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് നമുക്കറിയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവൻ്റെ കണ്ടനാടിയേക്കാൾ നാം അവനോട് അടുത്ത് നിൽക്കുന്നു. മനസ്സിൻ്റെ മന്ത്രവും കണ്ണിൻ്റെ കട്ടുനോട്ടവും എല്ലാം അറിയുന്നവനാണ്. അങ്ങനെ അറിയുന്നവൻ, അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവൻ വേറെ ആരുമില്ല. പക്ഷേ ആളുകളുടെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ, വൈബിയായത് അറിയാൻ, മനസ്സിലുള്ളത് അറിയാൻ, ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അറിയാൻ അവർ വിശ്വസിക്കുന്ന ചില ശൈഖന്മാർ, തങ്ങന്മാർ, ബീവിമാർ, ആൾ ദൈവങ്ങൾ, ജിന്നുകൾ, മലക്കുകൾ, അങ്ങനെ തുടങ്ങി പുണ്യപുരുഷന്മാർ, ദേവിമാർ, ബീവികൾ, ജ്യോത്സ്യന്മാർ, ഇവർക്കൊക്കെ മറഞ്ഞ കാര്യം അറിയുമെന്നും മനുഷ്യരിലെ മഹാഭൂരിപക്ഷവും വിശ്വസിക്കുന്നു. മലക്കുകളെക്കുറിച്ച് മക്കാ മുശ്രിക്കുകളുടെ ധാരണ അതാണ്. പരേതാത്മാക്കളെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസം, പുണ്യാത്മാക്കളായ പരേതാത്മാക്കൾ അവരുടെ ജാറത്തിങ്കൽ, കബറിങ്കൽ ചെന്ന് സത്യം ചെയ്ത് പറയണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ച് അൽഫമറ, 1000 പ്രാവശ്യം സത്യം ചെയ്യാൻ തയ്യാറാകുന്നവർ ഈ ഷെയ്ഖിൻ്റെ പേരിൽ സത്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം ഷെയ്ഖ് അറിയും,
ഷേഖ് കേൾക്കും, കുരുത്തക്കേട് തട്ടും. മുൻപൊക്കെ ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു വിചാരവുമുണ്ട്. ഇങ്ങനെ കാര്യപ്പെട്ട ഈ പുണ്യാത്മാക്കളുടെ പരേതാത്മാക്കളുടെ ജാറം സിയാറത്തിന് പോകുമ്പോൾ ഫുള്ളായിട്ട് പെണ്ണുങ്ങളൊക്കെ വസ്ത്രം മുഖം മൂടി വരെ അടിഞ്ഞിട്ടാണ് ജാറത്തുങ്കൽ പോകുന്നത്. കാരണം ആളുകളുടെ വിശ്വാസം ഈ പരേതാത്മാക്കൾ എല്ലാം കാണും, എല്ലാം കേൾക്കും, അവരുടെ കുരുത്തക്കേട് തട്ടും എന്ന നിലക്കാണ്. അത്തരം ഒരു ഘട്ടത്തിലാണ് ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി ഇത്തരം വാദങ്ങൾക്ക് സരസമായൊരു മറുപടി കൊടുത്ത രംഗം, ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു രംഗം അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കല്ലറയിൽ കഴിയുന്ന ഈ പുണ്യാത്മാവ്, മരിച്ചുപോയ ഈ മനുഷ്യൻ, അത് മൗലവി കാണും, കേൾക്കും, അതുകൊണ്ടല്ലേ ആയിഷ ബീബി പർദ്ദയിട്ട് പോയത് എന്ന് പറയാറുണ്ട്. അപ്പോൾ AP പറഞ്ഞു, ശരി, ഇങ്ങനെ കല്ലറയ്ക്ക് 6 അടി മണ്ണിന് താഴെ കഴിയുന്ന ഈ മനുഷ്യൻ ഈ മണ്ണും കല്ലും ഒക്കെ കവച്ചിട്ട് പിന്നെയും കാണുന്നുവെങ്കിൽ കേവലം ഒരു പർദ്ദയാണോ പ്രശ്നം? ആ പർദ്ദയിലുള്ളതും കാണില്ലേ എന്ന് തിരിച്ചു പറഞ്ഞപ്പോൾ പിന്നെ ആ വർത്താനം കാര്യമായി ഉണ്ടായതായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ മനുഷ്യന്മാരുടെ വിശ്വാസം, സങ്കല്പം ഇങ്ങനെയാണ്. ഈ പരേതാത്മാക്കൾ അവർ പുണ്യപുരുഷന്മാരാണെങ്കിൽ, ജിന്നു കൂടിയ ജിന്നുമ്മമാരാണെങ്കിൽ, ജിന്നുപ്പമാരാണെങ്കിൽ, ബീവിമാരാണെങ്കിൽ, ദേവികളാണെങ്കിൽ, അമ്മകളാണ്, ഉമ്മകളാണ്, പിശാചുക്കളാണ്, അതുപോലെ ഉള്ള മറ്റു മേഖലകൾ, അസ്മാ തൽസമാത്തിൻ്റെ മൊല്ലമാർ, തങ്ങന്മാർ, ഇവർക്കൊക്കെ ഈ മറഞ്ഞുപോയ കാര്യങ്ങൾ അറിയും എന്ന സങ്കല്പം ആളുകൾക്കിടയിലുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിഷയം ഗൗരവമായ പരാമർശം അർഹിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇല്ല ഗൈബറിയാൻ, പടപ്പുകളിൽ ഒരുത്തനുമില്ല. പടപ്പ് എത്ര വലിയവനായാലും ശരി, 1000 കയ്യിൽ കണ കൂടിയാൽ ഒരു മുളയാവില്ല എന്ന് പറഞ്ഞതുപോലെ സകലമാന പടപ്പുകളും കൂടിയാലും പറയാൻ കഴിയുന്നവർ ആർക്കും അവരുടെ കൂട്ടത്തിലില്ല. അല്ലാഹു തആല ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായി ആവശ്യപ്പെടുകയാണ്. പടപ്പുകളുടെ കൂട്ടത്തിലെ പ്രമുഖനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാരെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് തന്നെ പറഞ്ഞു, സയ്യിദുൽ അംബിയ, പ്രവാചകന്മാരുടെ നേതാവ് എന്നും. പരലോകത്ത് സയ്യിദ് എന്ന പദവി നബിക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നു. പ്രവാചകന്മാർക്ക് ഗൈബറിയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ, അവർക്ക് തിന്മ ചെയ്യാൻ കഴിയില്ല. അള്ളാഹു പറഞ്ഞത് അപ്പടി നിർവഹിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്തവരാണ് മലക്കുകൾ. അതേപോലെ തന്നെ ഈ 2 വിഭാഗത്തിൻ്റെ ഇടയിലുള്ള മറ്റൊരു വിഭാഗമാണ് സൃഷ്ടി വിഭാഗമാണ് ജിന്നുകൾ. അവർക്കാർക്കും ഇത്തരം കാര്യങ്ങൾ അറിയില്ല എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മലക്കുകളെ കുറിച്ച് നമുക്കറിയാം, ഈ മനുഷ്യ വിഭാഗത്തെ സൃഷ്ടിക്കുന്ന വിവരം അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഇതാ ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫത്തൻ, ഞാനിങ്ങനെ തലമുറകൾ മാറി അറിവുകൾ തലമുറകളിലേക്ക് വ്യാപിപ്പിച്ച് അങ്ങനെ തലമുറകളായി ജീവിക്കുന്ന, ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സൃഷ്ടി വിഭാഗത്തെ ഇതാ ഭൂമിയിലേക്ക് നിയോഗിക്കാൻ പോകുന്നു. മലക്കുകൾ പറഞ്ഞു, അത്തജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു, ഞങ്ങൾ പടച്ചോനെ, ഞങ്ങൾ നിന്നെ പ്രകീർത്തിക്കുന്നു, പരിശുദ്ധപ്പെടുത്തുന്നു, അതിനു പുറമെ കച്ചറയുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തിന് മനുഷ്യന്മാരെ ഈ സൃഷ്ടിക്കുകയാണോ എന്ന് മലക്കുകൾ ചോദിച്ചു. അതിന് അള്ളാഹുവിൻ്റെ മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ എന്നാണ്. നിങ്ങൾക്കറിയാത്ത കാര്യം എനിക്കറിയാം. അപ്പം മലക്കുകൾക്ക് അവർക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയില്ല. ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇല്ല, അവർക്കറിയില്ല. അതൊന്നുകൂടി ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യോൽപത്തിയുടെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ ഇത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ബോധ്യപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അനന്തരം ഉണ്ടാകുന്നു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിനെ മുഴുവൻ വസ്തുനാമങ്ങളും പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. എന്നിട്ട് മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, അംബിഊനി ബി അസ്മാഇ ഹൗലായി ഇൻ കുന്തും സാദിഖീൻ, ഇതാ ഈ വസ്തുനാമങ്ങൾ നിങ്ങൾ പറയൂ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് മലക്കുകളോട്. ആ സമയത്ത് മലക്കുകൾ പറയുന്നു, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നിനക്ക് പുകഴ്ച റബ്ബേ, ഈ പറഞ്ഞു തന്നതിൻ്റെ അങ്ങേപ്പുറത്ത് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. നീ പഠിപ്പിച്ചതല്ലാത്ത മറ്റൊരു അറിവും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ നിർവാഹമില്ല.
അവർ നിസ്സഹായരായി കൈമലർത്തുകയാണ്, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് വിവരമല്ല എന്ന് തന്നെ. അപ്പൊ ഇവിടെ ഈ കാര്യം പറഞ്ഞ് ഉടനെ തന്നെ അല്ലാഹു തആല ആദമിനോട് പറഞ്ഞു ഇതാ വിശദീകരിച്ചു കൊടുക്കണം എന്ന്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അത് വിശദീകരിച്ച സന്ദർഭം, ആ ഘട്ടത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള് വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. സൂറത്തുൽ ബഖറയിലുള്ളതാണ്. ഖാല അല്ലാഹു തആല മലക്കുകളോട് പറയാണ്, അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും അതീന്ദ്രിയമായ കാര്യം, ഗൈബിയായ കാര്യം, മറഞ്ഞ കാര്യം അത് എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ, നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അതും എനിക്കറിയാം. അള്ളാഹുവിനെ ഒളിപ്പിച്ചു വെക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ മലക്കുകളാണല്ലോ സൃഷ്ടികളുടെ കൂട്ടത്തിൽ തിന്മ ചെയ്യാൻ കഴിയാതെ കൃത്യമായും റബ്ബിനെ അനുസരിക്കുന്ന ഒരു സൃഷ്ടി വിഭാഗം മലക്കുകൾ. അവർക്ക് ഗൈബ് അറിയില്ല. അതുകൊണ്ട് തന്നെ മലക്കുകളോട് പ്രാർത്ഥിച്ചിട്ടോ മലക്കുകളോട് കാര്യം പറഞ്ഞിട്ടോ യാതൊരു ഫലവും ഇല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി വേറൊരു സൃഷ്ടി വിഭാഗം, മനുഷ്യന്മാരുടെയും മലക്കളുടെയും ഇടയിലുള്ള മറ്റൊരു സൃഷ്ടി വിഭാഗം ജിന്നുകളാണ്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അക്കാര്യവും ഈ കാര്യവും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബിക്ക് ഒരർത്ഥത്തിൽ പ്രവാചകനാണ്, മറ്റൊരു വിശകലനത്തിൽ ചക്രവർത്തിയും കൂടിയാണ്. അങ്ങനെ ലോകത്ത് തുല്യതയില്ലാത്ത ചക്രവർത്തി സ്ഥാനവും അതോടൊപ്പം നുബുവത്ത് ലഭിക്കുന്ന പ്രവാചകത്വ പദവിയുമുള്ള പ്രവാചകൻ. ഒരുപാട് മുഅ്ജിസത്തുകളും അള്ളാഹുവിങ്കിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സുലൈമാൻ നബിക്ക് മറ്റു മനുഷ്യന്മാർക്കില്ലാത്ത ഒന്ന് ജിന്നുകളെ കീഴ്പ്പെടുത്താൻ സാധിച്ചു എന്നാണ്. ജിന്നുകളെ കീഴ്പ്പെടുത്താൻ, അങ്ങനെ സുലൈമാൻ നബിയുടെ ആജ്ഞാനുവർത്തികളായി അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടുകൂടി, അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിന്നുകൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടുകൂടിയും സുലൈമാൻ നബിയുടെ ആജ്ഞാനുവർത്തികളായി അവർക്ക് ജീവിക്കേണ്ടി വന്നു. എത്രത്തോളം എന്നറിയോ ഖുർആൻ പറയണം, എത്രത്തോളം അങ്ങനെ നേതൃത്വം കൊടുക്കുകയാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അതിനിടയ്ക്ക് മരണപ്പെട്ടുപോയി. ഇങ്ങനെ മരിച്ചിട്ടും സുലൈമാൻ നബി ജീവിച്ചിരിക്കുന്നു എന്ന ധാരണയിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾക്ക്, മുൻപ് പുറപ്പെടുവിച്ച കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തന്നെ തൊഴിലിൽ മുഴുകുകയാണ് ആരും ഈ ജിന്നുകൾ. മരിച്ച് കസേരയിൽ നിന്ന് സംഗതി വശാൽ ഉരുണ്ട് പെരണ്ട് വീണു, തൻ്റെ വടി ചെതലരിച്ച് അങ്ങനെ വടി മുറിഞ്ഞു, അദ്ദേഹം താഴോട്ട് വീണപ്പോഴാണ് മരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് ജിന്നുകൾ മനസ്സിലാക്കുന്നത്. ഖുർആൻ പറയുന്നു, ഫലമ്മാ ഖളൈന അലൈഹിൽ മൗത്ത് മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ്. സുലൈമാൻ നബി മരിച്ചത് ചെതലിനെ കിട്ടിയുള്ള വിവരം, വേറെ ആർക്കും ഒരു വിവരം കിട്ടിയില്ല. ചെതല് അദ്ദേഹത്തിൻ്റെ ഊന്നുവടി തിന്ന് നശിപ്പിച്ചു, അത് മുറിഞ്ഞു, അങ്ങനെയാണ് അദ്ദേഹം ഉരുണ്ട് വീഴുന്നത്. ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നും, അങ്ങനെ സുലൈമാൻ നബി വീണപ്പോഴാണ് ജിന്നുകൾക്ക് കാര്യം ബോധ്യമായത്. അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ് മാ ലബിഥൂ ഫിൽ അദാബിൽ മുഹീൻ, ഈ നിന്ദ്യമായ അപമാനകരമായ ശിക്ഷയിൽ കഴിയേണ്ടിയിരുന്നില്ല എന്ന് അവർക്ക് പിന്നീട് വിലാപം, പിന്നീട് ബോധം വന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് തൊട്ടപ്പുറത്ത് അവരുടെ ദൃഷ്ടിയിൽ തന്നെ പെട്ട ആൾക്കാർ, അവരുടെ ഹാലറിൽ പെട്ട ആൾക്കാർ തന്നെ മരിച്ചത് അറിയാതെ കർമ്മത്തിൽ മുഴുകുകയായിരുന്നു. ഇതാണല്ലോ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവർക്കറിയില്ല, അവരെന്നെ പറഞ്ഞു ഞങ്ങൾക്കത് അറിയില്ല, ഗൈബ് അറിയില്ല. ഇനി മറ്റൊന്ന് കേൾക്കണോ? ഖുർആനിൽ നിന്ന് സൂറത്തുൽ ജിന്നിന്റെ തുടക്കത്തിൽ തന്നെ ആ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയും. ജിന്നുകൾക്ക് മുഹമ്മദ് നബിയുടെ നിയോഗത്തിന് ശേഷം മേലെ കയറി കാര്യങ്ങൾ പഴയതുപോലെ ഞൊട്ടിയെടുക്കാൻ സാധിക്കാതെ വന്നു. അങ്ങനെ എന്താണ് ഇതിന് കാരണം എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമായി മാറി. ആ ഘട്ടത്തിൽ അവർ അന്വേഷിക്കാൻ തുടങ്ങി. എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി അവർ അങ്ങുമിങ്ങുമായി പലയിടങ്ങളിലും ചെകഞ്ഞ് നടന്നപ്പോഴാണ് ഖുർആനോത്ത് കേൾക്കുന്നത്. അവർ പറഞ്ഞു, ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം കാരണമെന്ന്, ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം കാരണമെന്ന്. എന്നിട്ട്
ആ ഖുർആൻ ഓത്ത് കേട്ട വിഷയം അല്ലാഹു തആല മുഹമ്മദ് നബി അറിയിക്കുന്നു. ഖുൽ, പ്രവാചകരെ അറിയിക്കുക, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകൾ ഇതാ ഈ ഖുർആൻ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹയ്യ് എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണമെന്ന്. അപ്പം അവർക്കറിയാതെ അവർ പരതുകയാണ്, നടക്കുകയായിരുന്നു എന്നും ചുറ്റിക്കറങ്ങുകയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ ആ സൂറയിൽ തന്നെ പ്രതിപാദ്യമുണ്ട്. അപ്പം ജിന്നുകളുടെ അടുക്കൽ പോയിട്ടും കാര്യമില്ല, അവർക്ക് ഇത് അറിഞ്ഞോളന്നില്ല. ജിന്ന് കൂടിയവർക്കായാലും അവർ യഥാർത്ഥത്തിൽ ചികിത്സ അർഹിക്കുന്നവരാണ്. അവിടേക്ക് എന്തായാലും നമ്മുടെ പ്രശ്നപരിഹാരത്തിന് പോയാൽ സ്വന്തം നടക്കാൻ കഴിയാത്ത പെരിച്ചായിൻ്റെ പുറത്ത് അമ്മിയും കൂടി വെച്ച് കെട്ടി എന്ന് പറയാറുണ്ട്. അതുപോലെയായിരിക്കും അവർ തന്നെ രോഗികൾ, അവർ തന്നെ ചികിത്സ അർഹിക്കുന്നവർ. പിന്നെ അവരെ സമീപിക്കുന്നത് തികഞ്ഞ മണ്ടത്തരം, അർത്ഥശൂന്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അധികം തെളിവുകളുടെ ആവശ്യമില്ല. പിന്നീട് ഈ കാര്യം ഇതാ അമ്പിയാക്കന്മാർ ഓരോ ചരിത്രം പഠിപ്പിക്കുമ്പോഴും അവിടങ്ങളിലെല്ലാം തന്നെ അവർക്കാർക്കും ഗൈബ് അറിയുമായിരുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അമ്പിയാക്കന്മാരിലെ പ്രമുഖനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തെ അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന് പറയുന്നു. രണ്ട് മക്കൾ ഇസ്മായിൽ, ഇസ്ഹാഖ്, ഈ രണ്ട് പരമ്പരയിൽ ഇസ്മായിൽ പരമ്പരയിലാണ് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനാകുന്നത്. ഇസ്ഹാഖ് പരമ്പരയിൽ നിരന്തരം പ്രവാചകന്മാർ വന്നു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയും പ്രവാചകനാണ്. മക്കളും പ്രവാചകന്മാർ, പേരക്കുട്ടികളും പ്രവാചകന്മാർ. ഇതൊരു അപൂർവ സിദ്ധിയാണ്. അതൊക്കെ ഒത്തിണങ്ങിയ സഹോദരപുത്രൻ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമും പ്രവാചകൻ, എല്ലാം ഒത്തിണങ്ങിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം ഖുർആൻ പറയുന്നു. അമ്പിയാക്കന്മാരുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ അവർക്ക് ഗൈബറിയില്ല എന്ന് വ്യക്തമായും പഠിപ്പിക്കുന്ന സംഭവങ്ങൾ കൂടി അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ എന്ന് പറയാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നു. അങ്ങനെ ഇവർ മനുഷ്യവേഷത്തിലാണ് വരുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നു, സലാം പറഞ്ഞു, സലാം മടക്കി, പരിചയമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ പിറകിലേക്ക് പോയി നല്ല ഒരു കാളക്കുട്ടിയെ അറുത്ത് നല്ല ശാപ്പാടുണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ചു. ഇവർ തിന്നുന്നില്ല. എല്ലാം നിങ്ങളെന്താ തിന്നാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ തിന്നുന്ന ടീമല്ല. അങ്ങനെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിഷയമാവുകയാണ്. ഇബ്രാഹിം നബിക്കും അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകളാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. നോക്കൂ, ഹല്ലത്താക്ക ഹദീസു ലൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ, ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്നിട്ടുള്ള ആ മാന്യരായ അതിഥികളുടെ ചരിത്രം വിവരങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇത് ദഖലു അലൈഹി, ഇബ്രാഹിം നബിൻ്റെ വീട്ടിൽ വന്നു അവർ. ഫഖാലു സലാമ, അവർ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സലാം മടക്കി, പരിചയമല്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ, തടിച്ച ഒരു കാളക്കുട്ടിനെ ബാക്കിൽ ഭാര്യൻ്റെ അടുക്ക പോയി ഇങ്ങനെ വിരുന്നുകാർ വന്നിടുന്നൊക്കെ പറഞ്ഞ് അവിടെ അലയെ പോയി പിന്നെ പശുക്കുട്ടിനെ കാളക്കുട്ടിനെയൊക്കെ പിടിച്ച് അറുത്ത് നല്ല ഉഗ്രൻ ശാപ്പാടുണ്ടാക്കി. ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ, അതിഥികളുടെ മുന്നിൽ കൊണ്ടുവച്ചു. ഇവർക്ക് അങ്ങനത്തെ ഒരു ശോലയില്ല. സാധാരണഗതിയിൽ മനുഷ്യന് ആവശ്യമല്ലെങ്കിലും ഒന്നും തൊടാതെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ കഴിയൂല. ഒന്നും ഊറും, തൊള്ളയിലൊരു വെള്ളം വരാതിരിക്കില്ല. ആവശ്യമില്ലെങ്കിൽ പിന്നെ തിന്നോളാന്നെങ്കിലും പറയും. അല്ല, ഇപ്പം കഴിച്ചിടുന്നോ. എങ്ങനെയായാലും ഭക്ഷണത്തിനോട് മനുഷ്യന് താല്പര്യം കുറവുണ്ടാകാറില്ല. ഇവരിത് തൊടുന്നില്ല. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, അല്ല നിങ്ങൾ തിന്നുന്നില്ലേ? ഫൗജസ മിൻഹും ഖീഫത്തൻ, ഇബ്രാഹിം നബിക്ക് പേടി തോന്നി. ഖാലൂ ലാ തഖഫ്, അപ്പോൾ ഈ അതിഥികൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട. ഫബശ്ശറൂഹു ബിഗുലാമിൻ അലീം, നല്ലൊരു വിജ്ഞനായ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരാണത്? സാറാ ബീവിയാണ്. സാറാ ബീവി തൊട്ടപ്പുറത്തുണ്ട്. ഫഅഖ്ബലത് ഇംറഅതുഹു ഫി സർറത്തിൻ ഫസഖത്ത് വജഹഹാ വകാലത് അജൂസുൻ ഹകീം. എന്താ ഈ പറയണത്? അവരിങ്ങനെ കൈ ഇങ്ങനെയാണ് വെച്ചിട്ട് പറഞ്ഞു, എന്താ ഇപ്പോൾ ഒരു കിളവിയോ ഇനി പ്രസവിക്കുക, നിങ്ങളെന്താ ഈ പറയുന്നത്? അതിന് മലക്കുകളുടെ മറുപടി, ഖാലൂ കദാലിക് ഖാല റബ്ബുകി ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം. സൂറത്തു ദാരിയാത്തിലാണ് ഈ വിശദീകരണം. അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ള കാര്യമാണ്. അള്ളാഹു തആല ഒരു കാര്യം വിചാരിച്ചാൽ
അതങ്ങനെ തന്നെ നടക്കും, എന്താ അതിലൊരു അസംഭവ്യമായി ഒന്നുമില്ല എന്നവർ പറയുന്നു. ഇതാ വലഖദ് ജാഅത് റുസുലുന, മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല ഈ സംഭവം വിശദീകരിക്കുന്നു. വലഖദ് ജാഅത് റുസുലുന ഇബ്രാഹീമ ബിൽ ബുശ്റ, നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിം നബിയുടെ അടുക്കൽ സന്തോഷ വാർത്തയുമായി വന്നു. ഖാലൂ സലാമ, അവർ സലാം പറഞ്ഞു. മലക്കുകളന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ല. ഖാല സലാം, ഇബ്രാഹിം നബിയും സലാം മറുപടി പറഞ്ഞു. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, നല്ലൊരു പൊരിച്ച കാളക്കുട്ടിനെ മൂരിക്കുട്ടിനെ റെഡിയാക്കി കൊണ്ടുകൊടുത്തു. ഫലമ്മാ റആ ഐദിയഹും ലാ തസിലു ഇലൈഹിം നകിറഹും വഔജസ മിൻഹും ഖീഫതൻ ഖാലൂ ലാ തഖഫ് ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. ഭക്ഷണത്തിൻ്റെ നേരെ ഇവരുടെ കൈ പോകുന്നില്ല. ഇത് ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഭയം ഉളവാക്കി. അവർ പറഞ്ഞു, പേടിക്കേണ്ട, ഞങ്ങൾ ലൂത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്, അവിടേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്, വഴിമധ്യേ ഇവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവരുടെ ദൗത്യം അതും കൂടി പറഞ്ഞു. വംറഅതുഹു ഖായിമത്തുൻ, ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറയും അവിടെ തൊട്ടപ്പുറത്തുണ്ട്. ഫളഹിഖത് ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്, ഭാര്യയുടെ മുമ്പിൽ ആ സന്തോഷ വാർത്തയും അറിയിച്ചു, ദാ നിങ്ങൾക്ക് ഇസ്ഹാഖ് പറഞ്ഞൊരു കുഞ്ഞുണ്ടാവാൻ പോവാണ്, ഇസ്ഹാഖിന് യാക്കൂബ് പിറകിൽ വരാൻ പോകുന്നു. അങ്ങനെ പേരക്കുട്ടിയെക്കുറിച്ചും വരെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഖാലത്ത് യാ വൈലത്താ ആലിദു വഅന അജൂസ് വഹാദാ ബൈലി ശൈഖാ, എന്താപ്പത്, ഞാൻ കിളവി, എൻ്റെ ഭർത്താവായി ഈ കിളവൻ, ഇന്ന ഹാദാ ലശൈഉൻ അജീബ്, ഇത് പുതുമേറിയ കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതഅജബീന മിൻ അംരില്ല, അള്ളാഹിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് ഈ പുതുമ? റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും, അള്ളാഹിൻ്റെ റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞ വീട്ടുകാർക്ക് റഹ്മത്തിനും ബർക്കത്തിനും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ച് അവിടുന്ന് പോയി ലൂത്ത് നബിയുടെ ഏരിയയിലേക്ക്, സോഡോം താഴ്വരയിലേക്ക്. ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നത്, നല്ല മനുഷ്യരായിട്ട് യുവ കോമളന്മാരായിട്ടാണ് അവിടെ ചെല്ലുന്നത്. ലൂത്ത് നബിയുടെ വീട്ടിൽ ചെന്നു. അപ്പോഴേക്ക് നാട്ടുകാർ വിവരം അറിഞ്ഞു. അവർ ഈ വീട്ടിന് നേരെ ഒന്നായിട്ട് കൂട്ടമായി പ്രവഹിക്കുകയാണ്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയില്ല ഇത് ആരാ വന്നതെന്ന് അറിയില്ല. നാട്ടുകാർ അവരുടെ സ്വഭാവം അറിയാമല്ലോ ലൂത്ത് നബിക്ക്. അതുകൊണ്ട് വാതിലിൻ്റെ മുന്നിൽ അവിടെ ഗേറ്റിങ്ങിൽ അവിടെ ചെന്നിട്ട് പറഞ്ഞ്, ദയവ് ചെയ്ത് എന്നെ വഷളാക്കരുത്, ഹൗലായി ലൈഫി, അവർ എൻ്റെ അതിഥികളാണ്, എന്നെ വഷളാക്കരുത്, അപമാനിക്കരുത്, ഈ പോയാ അവിടെ നിന്ന്, നിൻ്റെ ആ ജാതി ഗീർവാണമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, മാറി നിൽക്ക്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേറ്റം ദയനീയമായി തൻ്റെ ജനതയോട് കാര്യങ്ങൾ പറഞ്ഞു. അലൈസ ഫീക്കും റജുലുൻ റഷീദ്, ഇക്കാര്യങ്ങളെക്കുറിച്ച് വിവേകത്തോടുകൂടിയും തൻ്റെ ഇടത്തോടുകൂടിയും കാര്യാലോചന നടത്താൻ പറ്റിയ ഒരൊറ്റ മനുഷ്യന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെയോ? ഇബ്രാഹിം നബി ചോദിക്കുക. അങ്ങനെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണ്. ലൂത്ത് നബിയുടെ ഈ ദയനീയമായ ഭാവം കണ്ടപ്പോൾ മലക്കുകൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളെ പ്രാപിക്കാൻ അവർക്ക് കഴിയില്ല, നിങ്ങളും വിശ്വാസികൾ ഇന്ന് രാക്കിരാമാനം ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ആരാണ് എന്താണ് എന്ന് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് അറിയില്ല ഇത് മലക്കുകളാണെന്നും ഇതിൻ്റെ പ്രത്യാഘാതം ഇങ്ങനെയൊക്കെയാണെന്നും ഇല്ല, അവർ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ പ്രവാചകന്മാർ അവർക്ക് ഗൈബ് അറിയില്ല എന്ന കാര്യം വളരെ കണിശമായി പഠിപ്പിക്കുന്നു. ഇനി ഒരു ബീവിയുടെ കഥ പറഞ്ഞുതരാം. മറിയം ബീവി. ആളുകൾ ബീവിമാരെയാണ് ഇങ്ങനെ ഗൈബിന് വേണ്ടിയിട്ട് മാല പോയത് അറിയാൻ, പശു പോയത്, അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടാൻ, അല്ലെങ്കിൽ കിട്ടിയത് പോകാൻ, വ്യത്യസ്തങ്ങളായ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയും അറിവിന് വേണ്ടിയും മനുഷ്യന്മാർ സമീപിക്കുന്ന ഓരോ കേന്ദ്രങ്ങൾ, അമ്പിയാക്കന്മാരിലെ പ്രമുഖന്മാരുടെ സംഭവമാണല്ലോ നമ്മൾ വിശദീകരിച്ചത്. ഇനിതാ മറിയം ബീബിയുടെ കഥ. മറിയം ബീബിയുടെ കഥ സൂറത്ത് മറിയമിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. മറിയം ബീബി ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നൊരു സന്ദർഭം, മാറി നിൽക്കുകയാണ്, അല്പം കിഴക്കോട്ട് മാറി നിൽക്കുന്ന ആ സന്ദർഭം. ആളുകളുമായി പഴയതുപോലെ ബന്ധം പുലർത്തുന്നില്ല. ആ ഘട്ടത്തിൽ അവർ കഴിയുന്ന ആ കേന്ദ്രത്തിലേക്ക് അല്ലാഹു തആല ജിബ്രീലിനെ അയക്കുകയാണ്. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. നാം നമ്മുടെ റൂഹിനെ അങ്ങോട്ട് അയച്ചു.
അദ്ദേഹം നല്ല ഒന്നാം തരം മനുഷ്യനായിട്ടാണ് നിയോഗിക്കപ്പെടുന്നത്. എവിടേക്ക്? മറിയം ബീവിയുടെ അടുക്കലേക്ക്. മറിയം ബീവിക്ക് മനസ്സിലാകുന്നില്ല ഇത് മലക്കാണ്, ജിബിരിയിലാണെന്ന് അറിയുന്നില്ല. മനുഷ്യൻ്റെ കോലത്തിൽ വന്നു മനുഷ്യനോട് പ്രതിപാദിക്കുന്നത് പോലെ, മനുഷ്യനോട് കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ ബീവി അവരോട് പറഞ്ഞു, കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, ഞാൻ നിന്നിൽ നിന്ന് അള്ളാഹനോട് ശരണം തേടുകയാണ്, കാവലിനെ തേടുക. എന്ത് മനുഷ്യനാ എന്ന് വന്ന് എന്തിനിവിടെ വന്നു എന്നിങ്ങനെ ബീവി ആ മനുഷ്യരൂപത്തോട് പറയുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ പറയുന്നത്. ഇദാ ഇന്നമാന റസൂലു റബ്ബിക്കി ലി അഹബലക്കി ഗുലാമൻ സക്കിയ, നല്ലൊരു കുട്ടിനെ നൽകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, ഞങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ദൂതനാണ് എന്ന് ജിബ്രീൽ പറയുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവുക എന്നിങ്ങനെയുള്ള അത്ഭുതം മറിയം ബീവി പിന്നീട് പ്രതികരിക്കുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബീവിമാർക്കും അറിയില്ല, ജിന്നുകൾക്ക് കഴിയില്ല, അറിയില്ല, മലക്കുകൾക്ക് അറിയില്ല, പ്രവാചകന്മാർക്ക് അറിയില്ല, ബീവിമാർക്ക് അറിയില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ സംഭവം എമ്പാടും മതി. ഇനി നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. 1, 2, 3 അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല തന്നെ ആവശ്യപ്പെടുന്നു, കുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ ഇല്ലാ മാഷാ അല്ലാഹ്, എൻ്റെ സ്വന്തം കാര്യത്തിൽ പോലും ഒരു നഫ്റോ ലറോ ഞാൻ അധീനപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ഒരു ഉപകാരം കിട്ടണം, അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിൽ നിന്ന് ഒഴിവാകണം, അത് എൻ്റെ സ്വന്തം കാര്യത്തിൽ പോലും എനിക്ക് അധീനപ്പെടുത്താൻ കഴിയുന്നില്ല മനുഷ്യന്മാരെ. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴിച്ച്. വലൗ കുൻതു അലമുൽ ഗൈബ്, മറഞ്ഞ കാര്യം, നാളത്തെ കാര്യം, വരാനിരിക്കുന്ന കാര്യം, ആ കാര്യം എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഒരുപാട് നന്മ വർദ്ധിപ്പിക്കാമായിരുന്നു. വമാ മസ്സനിയസ്സൂ, ഒരു തിന്മയും എനിക്ക് ബാധിക്കില്ല. നമുക്കറിയാം, ശത്രുക്കൾ ഒരുക്കിയ ചതിക്കുഴിയിൽ ഉഹദ് യുദ്ധത്തിൽ വിശേഷിച്ചും വീണു, പല്ല് പൊട്ടി, നെറ്റിത്തടത്തിൽ നിന്ന് ചോരയൊലിച്ചു, ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഇതൊക്കെ ഇവിടെ കുഴിയാണ്, ഇത് അപകടമാണ് എന്ന് അവിടുന്ന് അറിയാമായിരുന്നെങ്കിൽ കൽപ്പിച്ചു കൂട്ടി ആ അപകടത്തിലേക്ക് എടുത്തു ചാടും എന്നാണോ പറയുന്നത്? അപ്പോൾ അവിടുന്ന് അറിയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ തന്നെ അള്ളാഹു തആല കൽപ്പിക്കുകയാണ്, എനിക്ക് വൈബറിയെങ്കിൽ നന്മ എമ്പാടും ഉണ്ടാകുമായിരുന്നു, തിന്മ ബാധിക്കുമായിരുന്നില്ല. ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതയ്ക്ക് താക്കീത് നൽകുന്നവനും സന്തോഷ വാർത്ത നൽകുന്നവനും ആയ ഒരു പ്രവാചകൻ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല എന്ന് ഖുർആൻ ആവശ്യപ്പെടുകയാണ്, അത് പറയണം എന്ന് പ്രവാചകനോടും. നോക്കൂ നിങ്ങൾ, കുല്ലാ ഖൂലു ലക്കും ഇൻദി ഖസായിനുല്ലാ, നബിയെ നിങ്ങൾ പറയുക, അള്ളാൻ്റെ ഖജാന എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതിന് മുമ്പിൽ പറയുന്നത് അറിയും, അങ്ങനെ നിങ്ങളോട് പറയണില്ല എന്നുള്ളൂ, ശരിക്കും അള്ളാൻ്റെ ഖജാന എൻ്റെ കയ്യിൽ തന്നെയെന്നാണ്. അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം ഈ ആയത്തിന് ചിലർ നൽകാൻ മുമ്പ് കാലത്ത് ധൈര്യം കാണിച്ചിരുന്നു. അത് അപകടമാണ്. കുൽ, പറയുക പ്രവാചകരേ, ലാ ഖൂലു ലക്കും ഇൻദി ഖസായിനുല്ലാ, അള്ളാന്റെ ഖജാന എൻ്റെ അടുക്കലാണെന്ന് ഞാൻ പറയുന്നില്ല, അള്ളാന്റെ ഖജാന അധീനമാക്കുന്നില്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ അലമുൽ ഗൈബ, എനിക്ക് മറഞ്ഞ കാര്യം അറിയുകയുമില്ല. വലാ ഖൂലു ലക്കും ഇന്നീ മലക്കുൻ, ഞാൻ മലക്കാണെന്നും പറയുന്നില്ല, ഞാൻ മനുഷ്യനാണ്. ഇന്നമാന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ. ആ മാക്ക് നഫീൻ്റെ അർത്ഥം പറയണം, നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ല ഞാൻ എന്നാണ് അർത്ഥം പറയാൻ ചിലർ ധൈര്യം കാണിക്കാറുള്ളത്. ഇന്നമാന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. അപ്പൊ പിന്നെ അങ്ങനെ അവിടെ മാക്ക് നഫീൻ്റെ അർത്ഥം പറഞ്ഞാൽ താഴെ പറയുന്ന അതിൻ്റെ അനുബന്ധമായി വരുന്ന ആയത്തിന് എന്തർത്ഥം പറയും? ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ആ മാക്കും നഫീൻ്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹു ഏകൻ അല്ല എന്ന് വന്നേക്കും. അപ്പൊ അട്ടിമറി. അപ്പൊ ഇതത് മഠകണമ ചവിട്ടിയന്മാരിൽ ഒന്ന് താത്തുമ്പോഴേക്ക് വേറൊന്ന് പൊന്തുകയാണ്. അപകടം പിടിച്ച ദുർവ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രവാചകനോട് പറയാൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് എൻ്റെ അടുക്കൽ അള്ളാഹിൻ്റെ ഖജാനല്ല, അതുപോലെ എനിക്ക് വൈബറിയില്ല, ഞാൻ മലക്കല്ല, എനിക്ക് വഹ്യ് കിട്ടുന്നത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു, അനുഗമിക്കുന്നു, അനുധാവനം ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, കുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ,
കാഴ്ചയുള്ളവരും കാഴ്ചയില്ലാത്തവരും ഒരുപോലെയാകുമോ? അതുപോലെ ഒയ്ബ് അറിയുന്നവനും അറിയാത്തവനും ഒരുപോലെയാകുമോ? ഒയ്ബ് അറിയാത്തവരോട് നമ്മുടെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ നമ്മളോട് അല്ലെങ്കിൽ മനുഷ്യരോട് ആവശ്യപ്പെടുന്നു. ഇവിടെ പ്രത്യേകമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു വിഷയം തന്നെയാണ് ഹദീസുൽ ഇഫ്ക് അഥവാ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിക്കുകളും തുടർന്ന് സത്യനിഷേധികളും ഏറ്റെടുത്ത അപവാദ പ്രചരണം. ബനൂ മുസ്തലഖ് യുദ്ധത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ പോയി. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഭാര്യമാർക്കിടയിൽ നറുക്കെടുക്കാറുണ്ട്. നറുക്ക് കിട്ടുന്നവരെ തർക്കം ഒഴിവാക്കാൻ വേണ്ടി നറുക്കെടുക്കും. നറുക്കുകൾ കിട്ടുന്നവരെ യാത്രയിൽ പങ്കുചേർക്കും. ഇപ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു കിട്ടിയിരുന്നത്. ബനൂ മുസ്തലഖ് യുദ്ധത്തിനാണ് പോകുന്നത്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. വഴിയിൽ ആയിഷ ബീവി പറഞ്ഞു, ഒരു ഹൗദജ് എന്നാണ് ഒട്ടകപ്പുറത്ത് വെക്കുന്ന ഒരു കൂടാരം, അതിനാണ് ഹൗദജ് പറയാം. ഈ ഹൗദജിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുമ്പോൾ ഹൗദജ് ഒട്ടകപ്പുറത്തെടുത്ത് വെക്കും. ഒരു കൂടാരമാണ്. അങ്ങനെ ആൾക്കാർ പോവും, ഞാൻ അതിനകത്തുണ്ടാകും. സാധാരണഗതിയിൽ ഒരിടത്ത് നബിയും പട്ടാളവും ഇറങ്ങി. ആ സന്ദർഭത്തിൽ എനിക്ക് ഖളാഉൽ ഹാജത്ത് ഒരു വിളിക്ക് പോകേണ്ട ആവശ്യം വന്നു. ഞാൻ വിളിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ കഴുത്തിൽ മാല ഉണ്ടായിന്, കാണുന്നില്ല. കഴുത്തിൽ മാല ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഇത് വായ്പ വാങ്ങിയതാണെന്ന് വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം. എന്തോ ആവട്ടെ, ആ മാലയും പരതി വീണ്ടും ഞാൻ പിറകോട്ട് പോയി. കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോഴേക്ക് അതാ നബിയുമില്ല, സഹാബത്തില്ല, എല്ലാവരും അവിടുന്ന് പോയിട്ടുണ്ട്. ഹൗദജ് അവർ പുറത്ത് ഈ ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ആയിഷ ബീവി അതിലുണ്ട് എന്നാണ് വിചാരം. സഹാബത്താര അവർ ഔലിയ ആണ്. ഔലിയാവിലെ പ്രമുഖനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ അറിയുന്നില്ല. തൻ്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ഹൗദജിലില്ല എന്ന് നബിക്കറിയുന്നില്ല. അതുപോലെ നബിയെ അനുസരിക്കുന്ന മഹാത്മാക്കളായ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടവരടക്കമുള്ള സഹാബത്തുൽ കിറാം അറിയുന്നില്ല. സാക്ഷാൽ ബീവി ആയിഷ ബീവിയും അറിയുന്നില്ല. പോയി ആ ഒട്ടകം കടന്നതിനെ ചോട്ടും തന്നെയാണ് മാല കിട്ടുന്നത്. നോക്കണം അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒട്ടകത്തിന് താഴെയുള്ള വിവരം മാല ഉണ്ട് എന്നുള്ളത് ബീവിക്ക് അവിടെയും അറിയുന്നില്ല. കിട്ടി, സാരം കിട്ടി, കൗത്തിലിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നബി പോയി, പട്ടാളക്കാർ പോയി, എല്ലാ സൗകര്യം പോയി, രാത്രിയുമായി. ശരിക്കു പറഞ്ഞാൽ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ഇരുട്ടത്ത്, വേറെ ആരുമില്ല. ഇപ്പോൾ ചില പുതിയ വാദക്കാർ പറയുന്നത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ അടിയാരുകളോട് വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ അള്ളാഹുവിൻ്റെ അടിയാരുകളെ വിളിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പോയില്ല. അവർ അവിടെ ഇരുന്നു. രാത്രിയാണ്. അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവുമല്ലോ, അവിടെ കണ്ടെത്തുമ്പോൾ എന്നെ അന്വേഷിച്ച് വരുമല്ലോ എന്നിങ്ങനെ പ്രതീക്ഷയോടുകൂടി അവിടെ ഇരുന്നു. സാധാരണ നബിക്കൊരു പതിവുണ്ട്, ഇങ്ങനെ പട്ടാളക്കാർ യാത്ര പോയതിന് ശേഷം പിറകിൽ കാര്യങ്ങൾ ശത്രുക്കളുടെ നിലപാടും കൂടി നിരീക്ഷിച്ചുകൊണ്ട് പിറകിൽ ചില ആൾക്കാർ വരും. അങ്ങനെ നിശ്ചയിച്ച ആളായിരുന്നു സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു. സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ പിറകിൽ നിരീക്ഷിച്ചു കൊണ്ടുവരുന്നു. പെട്ടെന്ന് ആയിഷ ബീവിയെ കണ്ടു. ഇരുട്ടത്താണ്. ഒന്നും പറഞ്ഞില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് മാത്രമാണ് മൊഴിഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഒരു മുസീബത്താണിത്. അങ്ങനെ മൊഴിഞ്ഞു. ആയിഷ ബീവി പറയാണ്, ഞാനവിടെ ഇരുന്ന് ഓലബത്തിനി ഐനായ ഫനിംതു, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നു, ഞാനവിടെ ഉറങ്ങി. ഞാൻ ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്ക് കേട്ടപ്പോഴാണ് ഉണർന്നത്. അങ്ങനെ അദ്ദേഹം ഒട്ടകത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തരികയും ആ ഒട്ടകത്തിൻ്റെ പിറകു വശത്ത് ഹൗദജിൽ എന്നെ കയറ്റിയിരുത്തുകയും ചെയ്തു. അപ്പോഴേക്കും മറ്റൊരു പട്ടാളക്കാർ മുന്നിൽ പോയവർ ഒരിടത്ത് ഇറങ്ങി, പകലായിട്ട് ഉണ്ട്, അവിടേക്ക് എത്തി. ഇത് എത്തിയപ്പോഴേക്ക് മുനാഫിക്കുകൾ, അവരുടെ നേതാവാണ്
അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ റഈസുൽ മുനാഫിഖീൻ, അദ്ദേഹവും അതുപോലത്തെ ആൾക്കാരും കണ്ട് ഇവരങ്ങോട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങളുടെ പ്രചാരണത്തെ പോലും കവച്ച് വയ്ക്കുന്ന ആ തരത്തിലുള്ള പ്രചാരണം കർണാകർണി കാണുന്നവരോട് മുഴുവനും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. മദീനയിലെത്തി പട്ടാളക്കാർ. ആയിഷ ബീവി വീട്ടിൽ വന്നു. ഏകദേശം 1 മാസത്തോളം ആയിഷ ബീവി പറയാണ്, എനിക്ക് രോഗം വന്നു, പനി പിടിച്ചു, ഞാനൊന്നും അറിയുന്നില്ല, കിടപ്പിലായി. ഒരു ദിവസം സാധാരണഗതിയിൽ ആയിഷ ബീവിക്ക് ഒരു സംശയം, സാധാരണഗതിയിൽ രോഗം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറാറുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും സമീപത്തിരിക്കുകയും ചെയ്യാറുണ്ട്. ഇതങ്ങനെ കാണുന്നില്ല. വരും, ഫയുസല്ലിമു, സലാം പറയും, സുമ്മ യഖൂലു കൈഫതീക്കും, എന്നിട്ട് ഇങ്ങനെ ചോദിക്കും എങ്ങനെയുണ്ട്, സുഖവിവരം, കഴിച്ചു, അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും വർത്താനല്ല. ഇതെന്താ? അങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ട്. ഒരു ദിവസം രാത്രി വെളിക്ക് പോകുന്നു. കൂട്ടത്തിൽ ഉമ്മു മിസ്തഹമുണ്ട്. ആയിഷ ബീബിയും ഉമ്മു മിസ്തഹും കൂടി വെളിക്ക് പോവുകയാണ്. കുറച്ചടുത്ത് എന്തോ ഒന്ന് തടഞ്ഞപ്പോൾ ഉമ്മു മിസ്തഹ് സ്വന്തം മകനെക്കുറിച്ച് തന്നെ പറഞ്ഞു, തഇസ മിസ്തഹ്, മിസ്തഹ് തുലയട്ടെ. അപ്പോൾ ആയിഷ ബീബി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയണത്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഈ മനുഷ്യനെതിരെ നിങ്ങൾ എന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്, എന്താ അങ്ങനെ പറയുന്നത്? മോളെ, ഈ അറിയില്ല, ഈ നാട്ടിലാകെ കത്തുകയാണ് ഒന്നായിട്ട്. എന്താ കത്തുന്നത്, എന്താ വിഷയം? ആയിഷ ബീവി അറിയില്ല. നോക്കണേ, ബീവിയാണ്. എത്ര സംഭവങ്ങളോ, ഒന്നൊന്നുമല്ല, ഇത് പറഞ്ഞാൽ തീരൂല, ഒന്നൊന്നുമല്ല, അനവധി നിരവധി സംഭവങ്ങൾ. മോളെ, ഈ അറിയില്ലട്ടോ ഈ നാട്ടിലെ മനുഷ്യന്മാർ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ആയിഷ ബീവിക്ക് രോഗം മൂർച്ഛിച്ചു. സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യം മാലോകർ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് നടക്കുകയാണ്. പിന്നീട് വീട്ടിൽ വന്നപ്പോൾ നബി വന്നു. നബിനോട് ആയിഷ ബീവി പറയണം, ഞാൻ എൻ്റെ പെരേക്ക് പോട്ടെ, ബാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് സമ്മതം ചോദിച്ചു. ഉടനെ തന്നെ പൊയ്ക്കോന്ന് നബിയും പറഞ്ഞു. ഈ പോവാണ് പൊയ്ക്കോ പറഞ്ഞു. വീട്ടിൽ ചെന്നു. ഉമ്മാനെടുക്കൽ ഉമ്മാനോടും പറഞ്ഞു, ബാപ്പാനോടും പറഞ്ഞു. അവർ കൈമലർത്തുകയാണ്. എന്താ മളെ ചെയ്യുക? ഒന്നും നിർവാഹമല്ല, സഹിക്കുക, ക്ഷമിക്കുക, വേറൊരു മാർഗമില്ല. ആയിഷ ബീവിക്ക് കരച്ചിൽ തന്നെ കരച്ചിൽ, ഉറക്കില്ല, ഊടില്ല, സങ്കടം തന്നെ, കരച്ചിൽ തന്നെ, കരച്ചിലും ബീച്ചിലും ഒരു നിലക്കും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ഉമ്മാക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല, ബാപ്പാക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയാണ് ഇതിനൊരു പരിഹാരം? ഒന്നുമില്ല. 1 മാസത്തോളം മുസ്ലിം ലോകം മുൾമുനയിൽ, മുസ്ലിം ലോകം മുൾമുനയിൽ. 1 ദിവസം 2 ദിവസമല്ല. ഒരു ദിവസം റസൂലുള്ള മിമ്പറിൽ കയറി ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു. ഈ പ്രവാചക കുടുംബത്തിന് നേരെ ഇത്തരം ആരോപണങ്ങളുമായി നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ഉണർത്തിയപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന സഅദ് ബിൻ മുആദും സഅദ് ബിൻ ഉബാദയും വിഷയം ഏറ്റെടുത്തു. അവർ ഔസിൻ്റെയും ഖസ്റജിൻ്റെയും പ്രതിനിധികളായി സംസാരിച്ചു, വാക്കുകൾ പെരുപ്പിച്ചു, ശണ്ടമൂത്തു. അത് കയ്യാങ്കളിയിലെത്തുമോ എന്ന അവസ്ഥയിൽ പഴയ ആ ഗോത്രങ്ങളുടെ ആ മൂരാച്ചി സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ റസൂലുള്ള മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് എല്ലാവരെയും ആശ്വസിപ്പിച്ചു. എല്ലാവരെയും ആശ്വസിപ്പിച്ചു, അടക്കിയിരുത്തി, അച്ചടക്കമുണ്ടായി. പിന്നെ ഓരോരുത്തരോട് ചോദിക്കാൻ തുടങ്ങി ആയിഷ ബീവിയെക്കുറിച്ച്. എല്ലാവരും നല്ലതല്ലാതെ വേറൊന്നും പറയുന്നില്ല. ആയിഷ ബീവിയുടെ വീട്ടിലുണ്ടായിരുന്ന ബരീറ ആയിഷ ബീവിക്ക് ഖിദ്മത്ത് ചെയ്യാനുണ്ടായിരുന്നതാണ്. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു തകരാറും കണ്ടിട്ടില്ല, ഒരു തകരാറും ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷെ വളരെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ മാവ് കുഴച്ചിട്ട് ആ കുഴക്കണേനിടയിൽ ഉറങ്ങലുണ്ട്, ആളുകളൊക്കെ വന്ന് കാണാൻ ആ കുഴച്ച മാവ് തിന്ന്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതല്ലാതെ വേറെ ഒരു തകരാറും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സൈനബ ബീബി, നബിയുടെ ഭാര്യമാരിൽ ഒരാൾ സൈനബയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ യാ സൈനബ് മാലിംതി മാറായിത്തി, എന്താ ഈ ആയിഷയെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം? സൈനബ ബീവിയോടും ചോദിച്ചപ്പോൾ സൈനബ ബീവി പറയാണ്, അഹ്മി സമഈ വബസരി വല്ലാഹി മാ അലിംതു അലൈഹാ ഇല്ലാ ഖൈറ, ഞാൻ എൻ്റെ ചെകിടിനെയും കാഴ്ചയെയും സംരക്ഷിക്കുകയാണ്, എനിക്കവരെക്കുറിച്ച് നല്ലതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് ചക്രവർത്തി പോരല്ല. നബിയുടെ ഭാര്യയാണ് സൈനബ ബീവി.
അപ്പം ഇത് സഹകളത്രകളുടെ പേരിലുണ്ടാകുന്ന കുശുമ്പോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ചക്കളത്തി പോലുമല്ല. ഇത് കപടന്മാർ ഉണ്ടാക്കിയിട്ടുള്ള പിത്തനയാണ്. പക്ഷെ അറിയുന്നില്ല. നല്ലവരും ഇതിൻ്റെ മാറാപ്പിൽ കുടുങ്ങി കെട്ടിമറിയുകയാണ് ദിനം പ്രതി. അവസാനം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നു. ആയിഷ ബീവിയോട് പറഞ്ഞു, ഈ ഉള്ളത് പറ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കും. ആയിഷ ബീവി കരഞ്ഞിട്ട് പറയണം, എന്താ അപ്പം നിങ്ങൾ ഈ പറയണത്? ഞാനൊരു പക്ഷേ കളവ് പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും, സത്യം പറയുകയാണെങ്കിൽ വിശ്വസിക്കില്ല. എനിക്കൊന്നും പറയാല്ല പറഞ്ഞിട്ട് ഉമ്മാനോടും ബാപ്പാനോടും പറഞ്ഞു, നിങ്ങളെന്തെങ്കിലും പറയപ്പാ. അവരെന്ത് പറയാനാ? അങ്ങനെ നേരെ പോയിട്ട് ബെഡിൽ പോയി കിടക്കുന്നോടത്ത് പോയിട്ടാണ് കടന്ന് പെരുന്നലോളിയ ആയിഷ റളിയല്ലാഹു അൻഹ. പെരും കരച്ചിലല്ല, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഫസബ്റുൻ ജമീൽ. ഞാനിതാ മുമ്പ് യാക്കൂബ് നബി പറഞ്ഞ ആ വാചകമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ക്ഷമ കിട്ടട്ടെ, ഭംഗിയായി ക്ഷമിക്കല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിഷ ബീവി പോകുന്നത്. കുറച്ച് കഴിഞ്ഞും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ സന്തോഷിച്ചോളൂ, ഇഹ്മദില്ല, നീ അള്ളാഹുവിനെ സ്തുതിക്ക്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ അള്ളാഹു തആല നിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ആയത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് നബിക്കെന്താ അറിയില്ല, അവിടെ കാണുന്ന സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സത്യവിശ്വാസികളുടെ മാതൃകാപുരുഷന്മാർ സഹാബത്തുൽ കിറാം ആർക്കും ഒരു പിടുത്തമില്ല. എല്ലാവരും അന്താളിപ്പിലും ബേജാറിലും പൊറുതികേടിലും പ്രയാസത്തിലും ഞെരുക്കത്തിലും കഷ്ടപ്പാടിലും മുൾമുനയിൽ, സാക്ഷാൽ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിലായിരുന്നു മുസ്ലിം സൊസൈറ്റി ഒന്നടങ്കം. എന്തെങ്കിലും നബിക്കറിയെങ്കിൽ വൈബറിയില്ലല്ലോ, എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ ഇതിങ്ങനെയൊന്നും അല്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ കഴിയുന്നില്ല. ആയത്തിറങ്ങി, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. ഈ അപവാദ പ്രചരണം അത് പുറത്തുനിന്നൊന്നും ആരും കൊണ്ടുവന്നതല്ല, അത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ. ഖുർആൻ പറയാണ്, ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, നിങ്ങളെ കൂട്ടത്തിൽ തോളിലിരുന്ന് ചെവി തിന്നുന്ന ആൾക്കാരാണ്. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ഇത് നിങ്ങൾക്ക് തിന്മയാണ് നിങ്ങൾ വിചാരിക്കേണ്ട, ബൽ ഹുവ ഖൈറുൽ ലക്കും, ഇത് ഖൈറായിട്ട് വരും. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി, ഈ പാപകൃത്യത്തിൽ പങ്കാളിത്തം വഹിച്ചവർക്ക് അതിന് ഓരി കിട്ടും. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, ഇതിൽ വലിയൊരി അത് അതിൻ്റെ ലീഡർക്ക് തന്നെ കിട്ടും. ആരാ ലീഡർ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലാണ് ലീഡർ. മുപ്പരാത് തുടങ്ങി വെച്ചത്. അങ്ങനെയാണ് കത്തിച്ച് അങ്ങനെയാണ് വിട്ടപ്പോൾ ഓരോരുത്തരും പിന്നെ അത് കത്തിച്ചു. ലൗലാ ഇത് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറ, എന്തേ ഈ വിശ്വാസികളും വിശ്വാസിനികളും ഇത് കേട്ടപ്പോൾ നന്മ കരുതാതിരുന്നത്? അങ്ങോട്ട് ആടിക്കൊടുക്കേ. വഖാലു ഹാദാ ഇഫ്കുൻ മുബീൻ, ഇത് അപവാദമാണ്, എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല എന്ന് ഖുർആൻ. എന്ന് ആ സമയത്തായത്ത് അതോ ഇറങ്ങി. അങ്ങനെ പറയാൻ പറ്റൂല. വലാ യഅ്തരി ഉലുൽ ഫളി മിൻകും വസാഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാ വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളുടെ കൂട്ടത്തിൽ കാര്യശേഷിയുള്ള വിശാലതയുള്ള ശേഷിയുള്ള ആൾക്കാർ അങ്ങനെ സത്യം ചെയ്ത് പറയരുത്. ബന്ധുക്കൾക്ക്, സാധുക്കൾക്ക്, മുഹാജിറുകൾക്ക്, അള്ളാഹിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ ഒന്നും കൊടുക്കൂല എന്ന് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് മാപ്പും വിട്ടുവീഴ്ചയും നിങ്ങൾക്ക് അള്ളാഹു തആല പുറത്തു തരുന്നത് ഇഷ്ടമല്ലേ? ആ സമയത്ത് എനിക്ക് അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് വേണം. മിസ്താഹിനോട് പറഞ്ഞു, പഴയതുപോലെ നിനക്ക് എൻ്റെ വീട്ടിൽ വരാം, ഭക്ഷണം കഴിക്കാം എന്ന്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഈ സംഭവം കേൾപ്പിക്കുന്നതും ഈ സംഭവം വിശദീകരിച്ചിട്ടതും ഒരു ബീവിമാരുടെ ഔലിയാവിൻ്റെ അവരിലെ പ്രമുഖനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഭവം നേരിട്ട് മനസ്സിലാക്കാൻ ഇതിനേക്കാളും വലിയ ആൾക്കാർ ഇനി വേറല്ലല്ലോ. അതുകൊണ്ട് തന്നെ അമ്പിയാവിനറിയാത്തത്, ഔലിയാവിനറിയാത്തത്, ജിന്നുകൾക്കറിയാത്തത്, മലക്കുകൾക്കറിയാത്തത് ഖുർആനും കോർത്തിക്കും
കൈനോട്ടക്കാരനും ഒന്നും അറിയാൻ നിർവാഹമില്ല. വെളിച്ചപ്പാടിനോ അതുപോലുള്ള ആൾക്കാർക്കോ അറിയാൻ നിർവാഹമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ അതാറാഫൻ, ഒരു ജ്യോത്സ്യനെ, ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ അസ്മാത്തിൽ സമാത്ത് കവടി നിരത്തിയിട്ട് പറയുന്ന ആൾക്കാർ, തങ്ങന്മാർ, ഇങ്ങനെ മഷിട്ട് നോക്കണോ, ഇതൊക്കെ പെട്ടു. മഷിട്ട് നോക്കുന്ന ആൾക്കാർ, അസ്മാത്തിൽ സമാത്തിൻ്റെ ചികിത്സാരികൾ എന്നവരെ പറ്റി പറയില്ല. എന്ത് ചികിത്സ? ഫിത്തന. അതുപോലെ തന്നെ പണിക്കന്മാർ, വെളിച്ചപ്പാടുകൾ, ജിന്നു കൂടിയോര് ഓലൊക്കെ വൈബ് അറിയുന്ന, ആർക്കും അറിയും, ഒരാൾക്കും അറിയില്ല. നബിനേക്കാൾ വലിയ ആൾക്കാരുണ്ടോ? നബിയുടെ കഥ ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കാനുണ്ട്. പക്ഷെ ഇത് മതി വാസ്തവത്തിൽ എമ്പാടും. റസൂലുള്ളാഹി പറഞ്ഞു, വല്ലവനും അറാഫിനെ അഥവാ ഭാവി കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരു അറാഫിനെ സമീപിക്കുകയാണെങ്കിൽ, കൈനോട്ടക്കാർ, മുഖലക്ഷണം പറയുന്നവർ, കൊറോന്മാർ, കോർത്തികൾ, അതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു തമാശ പറയട്ടെ. നമ്മളുടെ സമ്മേളനം ഇവിടെ പിലാത്ര നടക്കുന്ന സന്ദർഭം ശ്രദ്ധേയമായിരുന്നു. അന്ന് ജനബാഹുല്യം കൊണ്ട് ആൾക്കാർ അച്ചടക്കത്തിൻ്റെ വിഷയത്തിലും കുറച്ച് ആൾക്കാരിങ്ങനെ ശീല കെട്ടി കയ്യും വരച്ച് കൈശാസ്ത്രം, കൈരേഖാശാസ്ത്രം, ഭാവിയും ഭൂതും ഒക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരുന്നു. ഒന്നാമത്തെ സമ്മേളന ദിവസം കഴിഞ്ഞ് ഒരു മനുഷ്യനും അങ്ങോട്ട് നോക്കണില്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് ഒരു മനുഷ്യൻ നോക്കുന്നില്ല. അതിൽ മൂന്നാമത് ഇന്നുണ്ടാവും കുറേ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ്, എന്താ ഇവർ, ഇത് ഏതാ സൈസ്, എവിടുന്നവർ, ഒരു മനുഷ്യനെങ്കിലും വരണ്ടേ? എവിടെ ഉണ്ടാവും 4 പോയത്തക്കാർ? എവിടെ ഉണ്ടാവും? ഇവിടെ ഒരൊറ്റ ഒന്നുമില്ലല്ലോ, ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നിവരിങ്ങനെ പറയുമ്പം വളണ്ടിയേഴ്സ് ഉണ്ടായിന്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് എതിരിലാണ് ഈ സമ്മേളനം, ഒയ്ബ് അറിയുന്നവൻ അത് പടത്തമ്പുരാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഒരുത്തനും മറഞ്ഞ കാര്യം, അതീന്ദ്രിയ കാര്യം അറിയില്ല എന്നാണ് പറയണത്. എന്നാൽ ചങ്ങന്മാർ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടെ, വെറുതെ ചോളല്ലാത്ത ചക്കക്ക് ഉറക്കൊഴിച്ചെന്ന് പറഞ്ഞ മാതിരി അവരങ്ങനെ തന്നെ കെട്ടും പാണ്ടെടുത്ത് പോയി. ഇതാണ് നമ്മുടെ അധ്യാപനത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു വശം. അത് സൂചിപ്പിച്ചെന്ന് മാത്രം. റസൂലുള്ളാഹി പറയണം, അങ്ങനെ അറാഫിൻ്റെ അടുക്കൽ പോയ ആ അറാഫ് പറഞ്ഞാൽ ആര് ഭാവി അറിയാൻ പ്രതീക്ഷിച്ച് ആരെയാണോ പ്രതീക്ഷിക്കുന്നത് അവരൊക്കെ പെട്ടു. അങ്ങനെ ഫസാലഹു, അയാളോട് എന്തെങ്കിലും ചോദിച്ചു, അൻഷയിൻ, എന്തെങ്കിലും പയ്യ് പോയത്, പണ്ടം പോയത്, ഇങ്ങനെ പല സാധനമുണ്ട്. അങ്ങനെ ആവശ്യങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് സഫലീകൃതമാകാൻ പോയി അവരോട് ചോദിച്ചാൽ, ലം തുഖ്ബല്ലഹു സ്വലാത്തു 40 ലൈല, ഓനെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ തൗബകളിൽ നിന്ന് അകലെയാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം. റസൂലുള്ളാഹിനെ പറ്റി ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ സമയമായി. നബി നിസ്കരിക്കുകയാണ്. അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയാണ്, സല്ലാബിന റസൂലുള്ളാഹി ഇഹ്ദാ സ്വലാത്തയിൽ അശി, ളുഹ്റോ അസറോ രണ്ടാലൊരു നിസ്കാരമാണ് റസൂലുള്ളാഹി ഞങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നത്. ഫസല്ലാബിന റകഅത്തൈൻ, 2 റകഅത്ത് നിസ്കരിച്ച്, സുമ്മ സല്ലമ, പിന്നെ സലാം വീട്ടി. ളുഹ്ർ അല്ലെങ്കിൽ അസർ എത്ര റകഅത്ത? 4 റകഅത്ത്. റസൂലുള്ളാഹി 2 റകഅത്ത് നിസ്കരിച്ച്, മദീനത്ത് തന്നെ, യാത്രയിലല്ല 2 റകഅത്ത് നിസ്കരിച്ച് സലാം വീട്ടി. ഫഖാമ ഇലാ ഖശബ മഅറൂദ ഫിൽ മസ്ജിദ്, പള്ളിയിൽ കുറച്ചപ്പുറത്ത് ബലം കെട്ടിയ ഒരു മരം ഉണ്ടായിന്. അവിടെ പോയി കണ്ട നബി ഇങ്ങനെ കയ്യോടിച്ച് ഇങ്ങനെ നിൽക്കുക. ആൾക്കാർ തിരക്കുള്ളവരൊക്കെ പള്ളിയിൽ നിന്ന് ഫഖറജത്ത് മിൻ അബ്വാബിൽ മസ്ജിദ്, തിരക്കുള്ളവരൊക്കെ നിസ്കരിച്ച് വേഗം പോയി. ഫഖാലു, അവർ പറയുന്നുണ്ട്, കസുറത്തി സ്വലാത്ത്, നിസ്കാരമൊക്കെ ഇപ്പോൾ കസുറാക്കിനില്ലേ, 4 2 ഓർക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെ 4 2 ഇനി ഒക്കെ നിസ്കാരമൊക്കെ 2 റകഅത്തേ ഉള്ളൂ എന്ന്. ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ ഖത്താബ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒഫിൽ ഖൗമി റജുലുൻ ഫി യദൈഹി തൂൽ, നല്ല കൈക്ക് നീളമുള്ളൊരു മനുഷ്യനുണ്ട് ആ കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ട് ദുല്യദൈനി എന്നാണ് വിളിക്കുക. ദുല്യദൈനി അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം നേരെ റസൂലുള്ളാഹി നിൽക്കുന്നിടത്തേക്കാണ് ചെന്നിട്ട് ചോദിച്ചു, അല്ല അം കസുറത്തി സ്വലാത്ത്, അല്ല നബിയെ, നിങ്ങൾ മറന്നതാണോ അതോ നിസ്കാരം കസറായിട്ടുണ്ടോ, 4 2 വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മറന്നതാണോ? കാലം അൻസ വലം തുക്സർ, വൈബറിയിലെ റസൂലുള്ളാഹി പറയാണ്, ലം അൻസ വലം തുക്സർ, ഞാൻ മറന്നിട്ടുമില്ല കസറാക്കിയിട്ടുമില്ല. പിന്നെ നബിൻ്റെ ധാരണ എത്രയാറോ? 4 നിസ്കരിച്ചു എന്നാണ് നബിൻ്റെ ധാരണ. നബി അങ്ങനെ വന്നപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇങ്ങനെ കുറുകുറു പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അകമായ ദുല്യദൈൻ, ദുല്യദൈനി പറഞ്ഞ മാതിരിയിലാണോ സംഭവം? ഫഖാലു നാം, അതേ റസൂലുള്ളാഹ്, അങ്ങനെ തന്നെയാണ്, 2 റകഅത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പം നബി ഫതഖദ്ദമ ഫസല്ലമ തറക സുമ്മ സല്ലമ,
റസൂലുള്ള മുന്നോട്ട് വന്ന് ആ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, എന്നിട്ട് പിന്നെ സുജൂദ് ചെയ്ത് 2 സുജൂദ്, എന്നിട്ട് വീണ്ടും സലാം ചെയ്തു. സഹുവിൻ്റെ സുജൂദ് ഈ രൂപത്തിലും ആവാം, അല്ലെങ്കിൽ സാക്ഷാൽ സലാം വീട്ടുന്നതിന് മുമ്പ് ആവാം. ഒരു രൂപമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് പഠിപ്പിച്ചത് ഞാൻ സഹുവിൻ്റെ സുജൂദ് പഠിപ്പിക്കാനല്ല ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ. റസൂലുള്ള പറഞ്ഞു, അല്ലാഹു തആല എന്നോട് എന്താ ചെയ്യാന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആർക്കും അങ്ങനെ ആ ഒരു വിഷയത്തെക്കുറിച്ച് കണിശമായി ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇങ്ങനെ വിശദമായി പഠിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ പരമ്പര. ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത് പടച്ച റബ്ബിനല്ലാതെ മറ്റൊരു പടപ്പിനും ഒരു കാര്യം, ഗൈബിയായ ഒരു കാര്യവും, മറഞ്ഞ ഒരു കാര്യവും ഒരാൾക്കും അറിയില്ല, ജിന്നിനും അറിയില്ല. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലെ അദൃശ്യ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, എല്ലാ കാര്യങ്ങളും അവങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. വതവക്കൽ അലൈഹി, അതുകൊണ്ട് ഓനിൽ തവക്കുലാക്കിക്കോ. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് അല്ലാഹു തആല അശ്രദ്ധനല്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ ഒരു സിഫത്താണ് ആലിമുൽ ഗൈബ്. അത് വേറൊരാൾക്ക് ചാർത്തിയാൽ അത് ശിർക്ക്. ഗൈബ് ജിന്നിനറിയും എന്ന് പറഞ്ഞാൽ, മറ്റോനറിയും എന്ന് പറഞ്ഞാൽ അത് ശിർക്കായി. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഗൈബിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം, അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ ഭയപ്പെടാൻ ഗൈബിനെ കുറിച്ചുള്ള അറിവ് നാം സ്വാംശീകരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ, അപാകതകൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പായി തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.